നമസ്കാരം. ഈ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു വലിയ സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ്. ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക ലാഭമുണ്ടാകും. ധനസമ്പാദനത്തിനുള്ള വഴികൾ വന്നു ചേരും. മകയിര നക്ഷത്ര ജാതകരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ്. വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ്. വസ്തുവകകൾ വാങ്ങുവാനും ഒരു ജോലി ലഭിക്കാനുമൊക്കെയുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ നിന്നും അനന്തരാവകാശികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പല നല്ല അനുഭവങ്ങളും കൈവരിക്കാൻ പ്രയാസമാണ്. ബന്ധുഗുണം, വാഹനഗുണം എന്നിവ ഉണ്ടാകും. സ്വപ്രയത്നത്താൽ ധാരാളം സമ്പത്തുണ്ടാക്കും ഈ നക്ഷത്ര ജാതകർ. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും. ആശ്രയിച്ച് വരുന്നവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പുത്രസുഖം ധാരാളമായിട്ടുണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മനോദുഃഖങ്ങളൊക്കെ മാർക്കിട്ടും. സന്താന സുഖം വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർക്കും ഐശ്വര്യ സമൃദ്ധിയാണ്. പുതിയൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെയേറെ നല്ലതാണ്. ശുഭാപ്തി വിശ്വാസിയാണെങ്കിലും അല്പമൊക്കെ അന്ധവിശ്വാസം പ്രദർശിപ്പിക്കും. ആഡംബര ജീവിതം നയിക്കും. സത്യസന്ധനായതിനാൽ എപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. പുറമെ അഹംഭാവിയെ പോലെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ നല്ലവനും ഉദാരമതിയുമാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ക്രയവിക്രയാദികളിൽ അസാമാന്യ സാമർഥ്യം കാണിക്കും. സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടും. പൊതുവെ മധുരമായി സംസാരിക്കാനും ആത്മനിയന്ത്രണത്തോടെ പെരുമാറുവാൻ കഴിവുള്ളവരുമായിരിക്കും. സത്യവും ന്യായവും വിനയവും ഉണ്ടായിരിക്കും. നിരീക്ഷണപാഠവും ബുദ്ധിശക്തിയും വിവേചന ശക്തിയും ജന്മസിദ്ധമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ചു കഴിഞ്ഞ അഭിപ്രായം മാറ്റുവാനും തയ്യാറാവുകയില്ല. പക്ഷെ മധ്യസ്ഥം വഹിക്കുവാൻ സമർത്ഥനാണ്. അനാഡംബരമായ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും ബഹുജനങ്ങളുമായി നന്നായി പെരുമാറുവാൻ ഇഷ്ടപ്പെടുന്നു. അന്യർക്ക് ഉപകാരം ചെയ്യും. ദേവപൂജയിൽ താല്പര്യമുണ്ടായിരിക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. ധനം ലഭിക്കുന്നത് പോലെ ധാരാളമായി ചെലവഴിക്കും. ധനസമ്പാദനത്തിനുള്ള വഴികൾ വന്നു ചേരും. ഇനിയുള്ള നാളുകൾ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ്. നല്ല ഒരു സർക്കാർ ജോലി കിട്ടുവാനുള്ള സാധ്യതയൊക്കെ ചോതി നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. മറ്റൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഇനി ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ധനപരമായ സ്വപ്നങ്ങൾ കാണുന്ന സ്വഭാവമുള്ളവരാണ് പൂരുരുട്ടാതിക്കാർ. ധനപരമായി വളരെയധികം നല്ലതായിരിക്കും. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാക്കും. സൗമ്യ സ്വഭാവവും സത്യസന്ധനുമായിരിക്കും. ഏത് സാഹചര്യത്തിലും ഇണങ്ങിച്ചേരുന്നുമെന്നതിന് പുറമെ ഏറ്റെടുത്ത കാര്യങ്ങൾ പരമാവധി കഴിവ് ഉപയോഗിച്ച് നിർവഹിക്കുകയും ചെയ്യും. ശരീരശുദ്ധിയും വസ്ത്രധാരണത്തിലും ശ്രദ്ധാലുവായിരിക്കും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും.
ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ധനപരമായി പൊതുവെ നന്നായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. അന്യദേശത്ത് താമസിക്കേണ്ടതായി വരും. അർഹതയല്ലാത്ത ധനം പോലും ലഭിക്കാൻ സംഗതി ആകും. അന്യർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന സംസാര രീതിയായിരിക്കും. അന്യഭവനങ്ങളിൽ മാനിക്കപ്പെടും. ദുഃഖം സഹിക്കുവാൻ അസാമാന്യമായ കഴിവുണ്ടായിരിക്കും. പുത്രഭാഗ്യം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും.